13-ാം വളവിലെ പെൺകുട്ടി. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. നമസ്കാരം. ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരുമായും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർച്ഛികം മാത്രം. വിവിയാണ് ആദ്യം എഴുന്നേറ്റത്. അവൻ്റെ കണ്ണുകൾ ക്ലോക്കിലേക്കാണ് പോയത്. സമയം 3:30. ആരായിരിക്കും ഈ സമയത്ത്? അപ്പോഴാണ് അച്ഛനും അമ്മയും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടത്. അവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വിവിയും അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴേക്കും അവർ വാതിൽ തുറന്നിരുന്നു. അമ്മയാണ് ആദ്യം ആ കാഴ്ച കണ്ടത്. സ്റ്റെപ്പിൻ്റെ അരികിലായി കിടക്കുന്ന വിസ്മയ. അവർ വേഗം അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അയ്യോ, എൻ്റെ മോൾക്ക് ഇതെന്തു പറ്റി? ഈ സമയത്ത് ഇവളെങ്ങനെ ഇവിടെ വന്നത്? മോൾക്ക് ബോധമില്ലല്ലോ. വിവി വേഗം അവളെ കോരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അമ്മേ, കുറച്ച് വെള്ളം ഇങ്ങെടുത്തോണ്ട് വാ. വിവി അമ്മ കൊണ്ടുവന്ന വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു. 2 നിമിഷം കഴിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകളിൽ വല്ലാതെ ഭയമുണ്ടായിരുന്നു. പേടിയോടെ അവൾ ചുറ്റിലും നിന്നവരെ നോക്കി. ആരാ? അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. വിസ്മയ വല്ലാത്തൊരവസ്ഥയിലാണ്. അവൾക്ക് ഭയം കാരണം ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങളെ മനസ്സിലായില്ലേ? നീ എങ്ങനെ ഈ സമയത്ത് ഇവിടെ വന്നത്? അപ്പോഴാണ് അവൾക്ക് ചെറുതായി ബോധം വന്നു തുടങ്ങിയത്. താൻ വീടിനകത്തെത്തിയിരിക്കുന്നു. എല്ലാവരും തൻ്റെ കൂടെയുണ്ട്. അവളുടെ മുഖത്തെ ഭയം വിവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളൊന്ന് ഉറങ്ങട്ടെ, രാവിലെ നമുക്ക് ചോദിക്കാം. അവൻ അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഏട്ടാ, എനിക്ക് തനിച്ച് കിടക്കാൻ പേടിയാണ്. ഏട്ടൻ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാമോ? എന്തിനാ മോളെ പേടിക്കുന്നേ? ഞാനിവിടെ ഇരിക്കാം. മോൾ ഉറങ്ങിക്കോ, നമുക്ക് നാളെ സംസാരിക്കാം. അവൾ ഉറങ്ങിയതിന് ശേഷമാണ് വിവി എഴുന്നേറ്റ് പോയത്. അവൻ മുറിയിലേക്ക് പോയപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശി. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ചിലപ്പോൾ ആരോ അവിടെ നിൽക്കുന്നത് പോലെ അവന് തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരു പട്ടി ഇതിലൂടെ നടക്കുന്നതും കാണാം. രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ഞെട്ടി എഴുന്നേൽക്കുന്നതാണ്. ആ സമയത്താണ് പുറത്ത് ആ പട്ടിയെ കാണുന്നത്. പകൽ സമയം ഒരിക്കൽ പോലും അതിനെ കണ്ടിട്ടുമില്ല. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു. കണ്ണടച്ചപ്പോഴും ചീരുവാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത്. ചിലപ്പോൾ നേരം വെളുക്കം വരെ തങ്ങൾ സംസാരിക്കുമായിരുന്നു. ചില സമയം അവൾ പുറത്തേക്ക് പോകാമെന്ന് പറയും. ബൈക്കിൽ പോകുന്നത് പോലെ സങ്കല്പിച്ച് 2 പേരും കൂടി പുറത്തേക്ക് പോകും. അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. കടൽ തീരത്തുകൂടി നടക്കും, വഴക്കുണ്ടാക്കും, തട്ടുകടയിൽ കയറി കോഫി കുടിക്കും. ഒരു പ്ലേറ്റിൽ ദോശ വാങ്ങി 2 പേരും കൂടി കഴിക്കും. ഒടുവിൽ 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായും പറയും. സങ്കല്പത്തിലെ ആ യാത്രയൊക്കെ എത്ര മനോഹരമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങൾ. അന്ന് ആദ്യമായിട്ടായിരുന്നു അവൾ തൻ്റെ കൂടെ വന്നത്. ഡ്രൈവർ അവളെ അമ്പലത്തിൽ എത്തിച്ചു എന്ന് പറയുന്നു. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? അതിൻ്റെ പിന്നാലെ ഇറങ്ങണം, അല്ലെങ്കിൽ തനിക്ക് സമാധാനം കിട്ടില്ല. ഡ്രൈവറെ അന്ന് പറഞ്ഞു വിട്ടതാണ്. അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആണയിട്ട് പറയുന്നു. അരവിന്ദിനെ ഒന്നുകൂടി വിളിച്ച് സംസാരിക്കണം. പലവിധ ചിന്തകൾ തലക്കുള്ളിൽ വട്ടം കറങ്ങിയപ്പോൾ അവൻ അറിയാതെ മയക്കത്തിലേക്ക് പോയി. രാവിലെ അമ്മയാണ് വിളിച്ചുണർത്തിയത്. മോനെ, എഴുന്നേറ്റ് വാ. വിസ്മയ എന്തോ പിച്ചും പേയൊക്കെ പറയുന്നു. നീ വന്നൊന്ന് സംസാരിക്ക്. വിശാൽ മോൻ വീഡിയോ കോളിൽ വിളിച്ചിരുന്നു. അവളുടെ പിറന്നാളല്ലേ, വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. പക്ഷേ ഏതോ പ്രേതത്തെ കണ്ടതുപോലെയാണ് അവളുടെ പെരുമാറ്റം. അവള് വല്ലാതെ ഭയന്നിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും കൊണ്ടുപോയെന്ന് കാണിക്കണം. അമ്മ ഭയക്കുന്നത് പോലെ ഒന്നുമില്ല. ഇന്നലെ തനിച്ച് വന്നതല്ലേ, അതിൻ്റെ ഒരു ഭയം ഉള്ളിലുണ്ടാവും. അവളൊരു പെൺകുട്ടിയല്ലേ അമ്മേ. അമ്മ സമാധാനമായിട്ടിരിക്കെ. ഞാൻ അവളുമായി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം.
വിവി ഫ്രഷ് ആയതിനു ശേഷം അവളുടെ മുറിയിലേക്ക് ചെന്നു. ഇതുവരെ എഴുന്നേറ്റില്ലേ കുഞ്ഞി? ഇന്നെന്താ വിശേഷം എന്നറിയില്ലേ? നമുക്ക് അമ്പലത്തിൽ പോയാലോ? എന്താ മോൾക്ക് പിറന്നാൾ സമ്മാനമായി തരേണ്ടത്? വിസ്മയ ആദ്യമായി കാണുന്നത് പോലെയാണ് അവനെ നോക്കുന്നത്. അവളുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. ഞാൻ എന്തു ചോദിച്ചാലും തരുമോ? എന്താ സംശയം? മോള് ചോദിക്കേ. ഏട്ടൻ പഴയതുപോലെ ആവണം. ഇന്നു മുതൽ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെ നോക്കണം. എനിക്ക് എൻ്റെ പഴയ ഏട്ടനെ തിരിച്ചു വേണം. അങ്ങനെയെങ്കിൽ മാത്രം എന്നോട് മിണ്ടിയാ മതി. അല്ലെങ്കിൽ ഇനി മേലാൽ എന്നോട് സംസാരിക്കരുത്. ഒരിക്കലും ഇങ്ങനെ ഒരു അനിയത്തി ഏട്ടൻ ഉണ്ടാവില്ല. വിസ്മയ അല്പം കടുപ്പിച്ചു പറഞ്ഞു. എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എൻ്റെ കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? ഏട്ടൻ്റെ കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിന് മുറിയിൽ അടച്ചുപൂട്ടി കുടിച്ച് കാലം കഴിക്കുകയല്ല വേണ്ടത്. ഏട്ടൻ്റെ പെണ്ണിന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തണം. എങ്ങനെയാണ് മരിച്ചത് എന്ന് കണ്ടെത്തണം. അല്ലാതെ സ്വയം ജീവിതം നശിപ്പിക്കുന്നത് നല്ല ആണുങ്ങൾക്ക് ചേർന്നതല്ല. തൻ്റെ ഉള്ളവര് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. തെളിവുകളുമായി ആരും നമ്മുടെ മുന്നിലേക്ക് വരില്ലേട്ടാ. നമ്മൾ അവരുടെ മുന്നിലേക്ക് ചെല്ലണം. അവൾ പറഞ്ഞത് 100% ശരിയാണെന്ന് അവന് തോന്നി. വിസ്മയ അല്പനേരം കൂടി ബെഡിൽ കിടന്നു. ചില സമയത്ത് വല്ലാതെ ഒരു തലവേദന വരും. മുമ്പ് ഒരിക്കലും ഇതുപോലെ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് താൻ മറ്റാരോ ആകുന്നത് പോലെ, ആരോ ഒരാൾ തൻ്റെ ദേഹത്ത് വന്ന് കയറുന്നത് പോലെ. ഒരു വ്യക്തതയില്ലാത്ത രൂപം താൻ ശരിക്കും കാണുന്നുണ്ട്. ആരോ തന്നെ ശക്തിയായി തള്ളി നിലത്തേക്ക് വീഴ്ത്തുന്നു, പിന്നെ തൻ്റെ ശരീരത്തേക്ക് കയറുകയാണ്. ഇതൊക്കെ തൻ്റെ തോന്നലാണോ? ആരോടെങ്കിലും പറഞ്ഞാൽ മിക്കവാറും തന്നെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോയി ആക്കും. പാവം ഫൈസി തൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വിഷ് ചെയ്യാൻ രാവിലെ മുതൽ വിളിച്ചതാണ്. താൻ ഫോൺ എടുത്തില്ലെന്ന് മാത്രമല്ല തട്ടിക്കയറുകയും ചെയ്തു. ആ സമയം അങ്ങനെയൊക്കെ ചെയ്യാനാണ് തോന്നിയത്. അവൾ വേഗം ഫോൺ എടുത്ത് അവനെ തിരിച്ചു വിളിച്ചു. ഹലോ, പിണക്കാണോ? പിണങ്ങാൻ ഞാനാരാ? ഫൈസി പ്ലീസ് ഡാ, സോറിടാ, നീ ഒന്ന് കൂളാവ്. നമുക്കേ ചീരുവിൻ്റെ കൊലപാതകം അന്വേഷിക്കണം. നിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരവസരമാണിത്. ഏട്ടൻ നാളെ മുതൽ ഓഫീസിൽ പോകും. എന്ത് സഹായത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ കൂടെ നിന്റെ ടീം അംഗങ്ങൾ ഉണ്ടാകുമല്ലോ. തൽക്കാലം എൻ്റെ പഠിപ്പ് ഞാനൊന്ന് നീട്ടിവെച്ചു. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അല്പം ഭ്രാന്തായോ എന്നൊരു സംശയം. അയ്യോ, അത് സംശയമല്ല, സത്യാന്നേ. ഒരു കാര്യത്തിൽ നീ രക്ഷപ്പെട്ടു. അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ചികിത്സ എളുപ്പാന്നേ. അതോർത്ത് നീ വിഷമിക്കേണ്ട. എൻ്റെ സുഹൃത്തൊരു സൈക്കാട്രിസ്റ്റാണ്. നമുക്കേ ഒരു ദിവസം അവനെ പോയിട്ട് അങ്ങോട്ട് കാണാം. ആരും അറിയണ്ട. ഡാടാടാ കൊരങ്ങ, എൻ്റെ നിഷ്കളങ്കത കൊണ്ട് ഞാനൊരു സംശയം ചോദിച്ചപ്പോൾ നീ എൻ്റെ തലയിൽ കയറുന്നു അല്ലടാ ദ്രോഹി. നീ പൊടി മാക്രി. ഞാൻ ഒരു ദിവസം വീട്ടിലോട്ട് വരുന്നുണ്ട്. എല്ലാവരെയും കണ്ടിട്ട് ഒരുപാടായി. ഒടുവിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കാര്യം അറിയുമ്പോൾ വിവി എന്നെ കുനിച്ച് നിർത്തിയിടിക്കും. സാരില്ല, പ്രണയത്തിൽ ഇതുപോലെ ചില അനുഭവങ്ങളുള്ളത് നല്ലതാണേ. നീ ആദ്യം കാര്യം വീട്ടിൽ അവതരിപ്പിക്കണം. അയ്യോ, ഞാനൊന്നും പറയില്ല. എടി പൊട്ടി, ഈ അന്വേഷണത്തിന്റെ കാര്യമാ പറഞ്ഞത്. നിന്റെ പഠിത്തം ബ്രേക്ക് ആവില്ലേ? അതിന് എന്തെങ്കിലും പറയണ്ടേ? എന്തായാലും അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നീ ചെയ്യണം. അന്വേഷിച്ചപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞേ. നീ അവരെ പോയിട്ടൊന്ന് കാണണം. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന്. ശരിടി, ഞാൻ പിന്നെ വിളിക്കാം. ബർത്ത്ഡേ ആയിട്ട് എനിക്ക് സമ്മാനമൊന്നും ഇല്ലേ? ഓഹോ, സാധാരണ ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്? എന്നിട്ട് നാണയില്ലല്ലോ മനുഷ്യ എന്നോടിങ്ങനെ ചോദിക്കാൻ. കാളവാല് പൊക്കുന്ന കാണുമ്പോഴേ അറിയാം
എന്തിനാണെന്ന് എനിക്ക് മനസ്സില്ല. അവൾ ചിരിച്ചുകൊണ്ട് വേഗം ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് അവൾക്ക് തലവേദന അനുഭവപ്പെട്ടു. തലയ്ക്കുള്ളിൽ എന്തൊക്കെയോ വലിഞ്ഞു മുറുങ്ങുന്നത് പോലെ, താൻ മറ്റേതോ വ്യക്തിയാകുന്നത് പോലെ. വേദന കൊണ്ട് അവൾ പുളഞ്ഞു. താൻ വേറെ ഏതോ മുറിയിൽ കിടക്കുന്നത് പോലെ. ഇതെവിടെയാണ്? പേടിച്ചതുപോലെ അവൾ ചുറ്റിലും നോക്കി. അപ്പോഴാണ് അമ്മ റോഷ്നി അകത്തേക്ക് വന്നത്. എന്താ മോളെ, എന്തു പറ്റി? നിങ്ങളാരാ? റോഷ്നി തമാശ കേൾക്കുന്നത് പോലെ അവളെ ഒന്നുകൂടി നോക്കി. നീ എന്താടി വല്ല കള്ളും കുടിച്ച് കിറുങ്ങി കിടക്കുകയാണോ? അത് ഉള്ളിൽ ചെന്നാ പിന്നെ അമ്മയാര് അപ്പനാര് എന്നൊന്നും അറിയില്ലല്ലോ. ഒന്ന് പോയി തരുമോ? എനിക്ക് തലവേദനയാണ്. റോഷ്നി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അപ്പോൾ മുറി അടച്ച് പൂട്ടിയതാണ്. രാത്രിയിൽ വിവി വന്നപ്പോഴാണ് വാതിൽ തുറന്നത്. അവൻ നിർബന്ധിച്ചപ്പോഴാണ് ആഹാരം കഴിച്ചത്. രാത്രിയായപ്പോൾ അവളുടെ തലവേദന പോയി.